അരവിന്ദ്, എന്നെ വിടാൻ ഉദ്ദേശിച്ചല്ലേ? വിടാൻ കഴിയില്ല. എന്തായത്? അവനൊരു പാവല്ലേ? രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഇവിടെ വന്നതിന് ശേഷം വസന്ത പിടിച്ച കോഴിയെ പോലെയാ. എന്റെ കൂടെ ഒരു 1 hour വരാൻ കഴിയുമോ? അതെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ഞങ്ങളുടെ അരവിന്ദൻ എന്താ ഒരു കുറവ്? ഒന്ന് മിണ്ടാതിരിക്കെ പ്ലീസ്, 1 മണിക്കൂറത്തേക്ക് എന്റെ കൂടെ വന്നേ മതിയാവൂ. എടാ, നീ പോയിട്ട് വാ. നിങ്ങൾ അങ്ങോട്ട് നടന്നോ, ഞാൻ ഇവനെ പറഞ്ഞു വിടാം. എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? വരൂ, ഞാൻ പറയാം. ഇവിടെ കാണുന്ന ഈ വസ്തുക്കളുടെ പിന്നിൽ ചില കഥകളുണ്ട്. ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളൊന്നും ആരുമല്ല ഈ ലോകത്ത്. അതായത് 1000 വർഷങ്ങൾക്ക് മുൻപ് ധീരതയും സംസ്കാരവും നമ്മുടെ ഈ ലോകത്തിന് പകർന്നു തന്നില്ലേ? അവരൊക്കെയാണ് യഥാർത്ഥ മനുഷ്യർ. ഇതൊരു മ്യൂസിയം അല്ല, അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്ന മഹാന്മാരുടെ സമാധിയാണ്. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മോഡേൺ സയൻസിന്റെ ചരിത്രം 500 വർഷം അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നിനക്ക് വിശ്വസിക്കാൻ കഴിയോ? സ്പേസ് റിസർച്ചിലെ ഇക്കാലത്തെ സയന്റിസ്റ്റുകൾ 9 ഗ്രഹം, അതിന്റെ പേരുകളൊക്കെ ടെലിസ്കോപ്പ് വെച്ചാ പറയുന്നത്. എന്നാൽ 1000 കൊല്ലങ്ങൾക്ക് മുൻപ് നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം നവഗ്രഹങ്ങളെ വെച്ച് വഴിപാട് ചെയ്തില്ലേ? എങ്ങനെയാണ്? ഭൂമിയുടെ ഭാരം എത്രയാണെന്ന് 1500 കൊല്ലങ്ങൾക്ക് മുമ്പ് ആര്യഭട്ട എങ്ങനെയാ പറഞ്ഞത്? നാളെ മഴ വരുന്നു പറയുന്നു, പക്ഷെ വെയിലാ വരുന്നത്. വെയിലുണ്ടാവുന്ന പറയുമ്പോ മഴയാ പെയ്യുന്നത്. ഇതാണ് മോഡേൺ സയൻസ്. എന്നാൽ 20 വർഷം കഴിഞ്ഞ് വരാൻ പോകുന്ന അമാവാസിയും പൗർണമിയെയും കുറിച്ച് ഉമ്മറത്തിരുന്ന് പഞ്ചാംഗം നോക്കി ഗണിച്ച് പറയാറില്ലേ? അതെങ്ങനെയാണ്? അത് തന്നെയാണ് നമ്മുടെ സയൻസ്. ഈ പുസ്തകം ഒന്ന് നോക്ക്. ഈ പുസ്തകത്തിനും എനിക്കും യാതൊരു ബന്ധവുമില്ല. എന്നാൽ നീയും ഈ പുസ്തകവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. ഇത് എഴുതിയത് ആരാന്ന് നിനക്കറിയാമോ? ഗ്രേറ്റ് മാസ്റ്റർ ബോധിധർമ്മൻ. ഒരു തമിഴ്നാട്ടുകാരൻ. അദ്ദേഹത്തിന് മറ്റൊരു ബുദ്ധനെന്നാണ് ഓഷോ പറയുന്നത്. ഈ പുസ്തകത്തിൽ എന്താണ് ഉള്ളതെന്ന് അറിയുന്നതിന് മുമ്പ് ഇനിയൊരു സ്ഥലത്തേക്ക് പോകാം. എന്താ മോളെ, കരയാതെ നടക്കങ്ങോട്ട്. ഈ കുഞ്ഞുങ്ങളെ ഒന്ന് നോക്ക്. എല്ലാവർക്കും ക്യാൻസർ ആണ്. 7ഉം 8ഉം വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കാണ് ക്യാൻസർ. ഇവരെന്ത് തെറ്റാ ചെയ്തത്? സിഗരറ്റ് വലിച്ചോ അല്ലെങ്കിൽ പാൻപരാക്ക് തിന്നോ? എന്തുകൊണ്ടായിരിക്കും ഇത്രയും ചെറുപ്പത്തിലെ ഈ രോഗം വന്നത്? ഇവര് മാനസിക രോഗമുള്ള കുട്ടികളാ. മറ്റുള്ള കുട്ടികളെല്ലാം സന്തോഷത്തോടെ സ്കൂളിൽ പോകുമ്പോ ഇവര് മാത്രം ജീവന് വേണ്ടി പോരാടുകയാണ്. അതിനെന്തായിരിക്കും കാരണം? ജനറ്റിക് ഡിസോർഡർ, പരമ്പരാഗത പോരായ്മകൾ. ഒരു മനുഷ്യന്റെ DNA ആണ് അയാളുടെ രോഗം, കഴിവ് രണ്ടിനെ കുറിച്ചും നിർണയിക്കുന്നത്. നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളിലും ആ DNA ഉണ്ട്. മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറയാം. പാരമ്പര്യ രോഗം, പാരമ്പര്യ ബുദ്ധി രണ്ടും DNA മൂലമാണ് നമുക്ക് വരുന്നത്. ഹാർട്ട് അറ്റാക്ക്, മുട്ടുവേദന, പ്രമേഹ രോഗം, ഇപ്പൊ നമ്മൾ കണ്ട കുഞ്ഞുങ്ങൾക്ക് വന്ന അസുഖമെല്ലാം ഇതിനെല്ലാം കാരണം പാരമ്പര്യ DNA തന്നെ ഉണ്ട്. ഇങ്ങനെ പരമ്പരാഗതമായിട്ട് വരുന്ന അസുഖങ്ങളും കുറവുകളും DNA തന്നെ മാറ്റാൻ കഴിയുമെന്നുള്ളതാണ് എന്റെ റിസർച്ച്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ DNA റിസർച്ചിലൂടെ നമുക്ക് നമ്മുടെ പാരമ്പര്യ കഴിവുകളെല്ലാം തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. ഒരു ചിത്രകാരന്റെ, ഒരു പോരാളിയുടെ പാരമ്പര്യ DNA പോലും ആ കഴിവുകളെല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും. അതിനെ ഒന്ന് നമ്മൾ പ്രചോദനം ചെയ്തു കഴിഞ്ഞാൽ ആ കഴിവുകളെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതിനെക്കുറിച്ചെല്ലാമാണ് ബോധിധർമ്മൻ 1600 വർഷങ്ങൾക്ക് മുൻപ് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. DNA റിസർച്ചിനെ പറ്റി 1600 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയത് ഈ പുസ്തകത്തിലുണ്ട്. ഇവരെല്ലാവരെയും നമ്മൾ ഒരു സന്യാസിമാരായിട്ട് കാണാതെ ഒരു സയന്റിസ്റ്റ് ആയിട്ട് കാണണം. ഇക്കഴിഞ്ഞ 2 കൊല്ലത്തിന് മുമ്പ് ഒരു റിസർച്ച് ഓർഗനൈസേഷൻ ബോധിധർമ്മനെ മറവ് ചെയ്ത സ്ഥലം കണ്ടുപിടിച്ചായിരുന്നു. ഇത് കണ്ടോ? അദ്ദേഹത്തിനെ മറവ് ചെയ്ത സ്ഥലത്ത് നിന്നും പല്ലും തലമുടിയും ലഭിച്ചതുകൊണ്ട് മാത്രമാണ് ബോധിധർമ്മന്റെ DNA കിട്ടിയത്. ഇത് ഞാൻ ഇന്റർനെറ്റിലാണ് കണ്ടത്.
ഇത് കണ്ടോ, ഇതാണ് ബോധിധർമ്മന്റെ DNA. ബോധിധർമ്മന്റെ വംശത്തിലുള്ള ആൾക്കാർ, ഐ മീൻ നിങ്ങളുടെ സ്വന്തക്കാരെല്ലാം, ഇവരെല്ലാം ഇപ്പോഴും കാഞ്ചീപുരം സൈഡിലാണ് ഉള്ളതെന്ന് ഞാൻ മനസ്സിലാക്കി. അവരെ ഒരു ദിവസം ഞാൻ തേടിപ്പോയി. ബോധിധർമ്മന്റെ DNA പാറ്റേൺ നിങ്ങളുടെ സ്വന്തക്കാരിൽ ആർക്കെങ്കിലും മാച്ച് ആവുന്നുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ ചിറ്റപ്പന്റെ വീട്ടിലേക്ക് പോയത്. ആ വീട്ടിൽ എന്നെ ഒരു കാര്യം അതിശയിപ്പിച്ചു. ബോധിധർമ്മന്റെ രൂപസാദൃശ്യത്തിലുള്ള നിന്റെ ഒരു ഫോട്ടോ ഞാൻ കണ്ടായിരുന്നു. നീ ഉപയോഗിച്ചു വെച്ച ഒരു പഴയ ചീപ്പിൽ നിന്നും നിന്റെ തലമുടി ഞാൻ എടുത്തായിരുന്നു. ഞാൻ കരുതിയതുപോലെ തന്നെ നിന്റെ DNA പാറ്റേണും ബോധിധർമ്മന്റെ DNA പാറ്റേണും തമ്മിൽ 80% ഒരുപോലെയായിരുന്നു. അതിനുശേഷമാണ് ഞാൻ നിന്നെ തേടിയെത്തിയത്. സർക്കസ് കൂടാരത്തിൽ നീ പരുക്ക് പറ്റിയ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പം റിസർച്ചിന് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകളും ആ ഡോക്ടേഴ്സിനെ വെച്ച് തന്നെ ഞാൻ കളക്ട് ചെയ്തായിരുന്നു. ബോധിധർമ്മന്റെ കഴിവുകൾ നിന്റെ DNAയിലുണ്ട്. ഇതിന് ജനറ്റിക് മെമ്മറി എന്നാണ് പറയുന്നത്. ആ മെമ്മറിയെ പ്രചോദിപ്പിക്കുമ്പോൾ ബോധിധർമ്മനുണ്ടായ എല്ലാ കഴിവുകളും നിന്നിൽ പ്രകടമാവുന്നതാണ്. യെസ്, 1600 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ബോധിധർമ്മനെ അതേ കഴിവുകളോടെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് കഴിയും. എന്നാൽ അദ്ദേഹത്തിന്റെ കഴിവുകളെല്ലാം ഇക്കാലത്ത് എങ്ങനെ യൂസ് ആവും? ബോധിധർമ്മൻ വലിയൊരു വൈദ്യനായിരുന്നു. നമ്മുടെ നാട്ടിലുള്ള വലിയ വലിയ മലകളിലെല്ലാം ആയിരക്കണക്കിന് പലതരം അപൂർവ ഔഷധങ്ങളുണ്ട്. അതിനെക്കുറിച്ചുള്ള മിക്ക ഗ്രന്ഥങ്ങളും ചില യുദ്ധങ്ങളിലായിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ബോധിധർമ്മന് ഓരോ ഔഷധ ചെടിയുടെ ഫലവും അതിന്റെ വേരുകളുടെ ഉപയോഗത്തെക്കുറിച്ചും അറിയാമായിരുന്നു. അതെല്ലാം ഈ ലോകത്തിന് പ്രയോജനമായി തീരണം. ഇതെല്ലാം നീ മനസ്സ് വെച്ചെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? വെൽക്കം സർ. ഏയ്, എന്താ അവിടെ ചെയ്യുന്നേ? ഡാ, നിന്നോടാ ചോദിച്ചേ. ആളെ കണ്ടിട്ട് കൂർക്കെ പോലെ ഇല്ലല്ലോ. ആടാ നീ? എന്താടാ ചെയ്യുന്നേ? ഇതെന്താ നോക്കടോ? സിറിഞ്ച്, മരുന്ന്, ഗ്ലൗസ്, പെട്ടി. സർ, അസ്ഥി കൂടായിട്ട് കാണുന്നു സർ. ആരാടാ നീ?
What's the update? Operation Red has successfully started. Any victim? 9 policemen. What about the girl, Subha? I will kill her tomorrow. Bodhidharman should not come again. Bodhidharma will not come again. താങ്ക്സ് അരവിന്ദ്, എന്തിന്? എന്റെ റിസർച്ചിന് വേണ്ടി സമ്മതിച്ചതിന്. ഇന്ന് നടക്കാൻ പോകുന്ന ഈ മീറ്റിംഗ് എന്റെ 3 കൊല്ലത്തെ സ്വപ്നമാണ്. അതെന്താ 3 എന്നൊരു കണക്ക്? 3 വർഷത്തിന് മുമ്പ് തന്നെ ഞാൻ എന്റെ റിസർച്ച് തുടങ്ങി വെച്ചതാ. നിറയെ റെഫറൻസുകളോട് കൂടി ആർട്ടിക്കൽ ചെയ്തത്. അമേരിക്ക, ചൈന, കാനഡ അവിടേക്കും എല്ലാം അയച്ചിരുന്നു. പക്ഷെ ഒരു കൺട്രീസും അത് അക്സെപ്റ്റ് ചെയ്തില്ല. അതെന്താ ഇന്ത്യയിൽ ചെയ്യാൻ കഴിയില്ലേ? സാധിക്കും, എന്നാൽ ജീവനുള്ള മനുഷ്യരെ പരീക്ഷിക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിന്റെ സമ്മതം വേണം. അതിനു വേണ്ടിയുള്ള മീറ്റിംഗ് ആണിത്. വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ വലിയ സയന്റിസ്റ്റാ. എന്നാൽ ഞാൻ എന്റെ റിസർച്ച് വളരെ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. You see, such researches are conducted only at the American Society of Human Genetics. Because of there are lots of laws involved in conducting research on human being. Yes, theoretically, your all research is perfect. താങ്ക് യു സർ. Oh, let's see what the other scientists think about it. ഓക്കെ. ഇദ്ദേഹമാണ് പ്രൊഫസർ രംഗരാജൻ. വേൾഡിലെ എല്ലാ സയന്റിസ്റ്റുകളുമായിട്ടും ബന്ധമുണ്ട്. എന്നെ ഒരുപാട് എൻകറേജ് ചെയ്യാറുണ്ട്. So if I must sum up, my DNA research is about developing the immunity against hereditary diseases. Thank you. നെക്സ്റ്റ് ശുഭ ശ്രീനിവാസൻ. I am Shubha Srinivasan. I like to thank everybody for this wonderful opportunity today. I am pursuing genetic engineering. I would like Those to... school kids to carry out DNA researches now. My research is based on genetic disorder, genetic memory. തമിഴ് ചരിത്രങ്ങളും തമിഴ് ചികിത്സാ മുറകളും ഒരുപാട് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്റെ റിസർച്ചിൽ. അതുകൊണ്ട് ഞാൻ തമിഴിൽ സംസാരിച്ചോട്ടെ. கிட்டத்தட்ட புத்தருக்கு சமமான ஒரு தமிழர் போதிதர்மன். 6வது செஞ்சுரியில வாழ்ந்தவர். தற்காப்பு கலை, மருத்துவம் ரெண்டுலயும் மிகப்பெரிய திறமசாலியா இருந்தவர். அவருடைய வம்சாவளி மக்களை டிஎன்ஏ டெஸ்ட் எடுத்து பார்க்கும்போது அரவிந்தன் ஒருத்தரோட டிஎன்ஏல போதிதர்மரோட திறமைகள் இருக்கிறதா நான் கண்டுபிடிச்சேன். இந்த ஜெனடிக் மெமரியை ஆக்டிவேட் பண்ணணும்னு தான் என்னோட ரிசர்ச். ഇതെല്ലാം അഡ്വാൻസ് DNA റിസർച്ച് ആണ്. അമേരിക്ക പോലും ഇത് തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. അല്ല സർ, അതിനുള്ള എല്ലാ മാർഗങ്ങളും ബോധിധർമ്മൻ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. തമിഴ് പുസ്തകം ഒന്നും വെച്ചിട്ട് DNA റിസർച്ച് ചെയ്യാൻ സാധിക്കില്ല. തമിഴ് എന്നുള്ള ഒറ്റൊരു കാരണം വെച്ച് എന്താ ഏതാന്നറിയാതെ ഒരു പുസ്തകത്തിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് ശരിയാണോ സർ? മിസ്റ്റർ നെൽസൺ, ഇതൊരു ഫാഷനായി പോയല്ലേ? ഏതെടുത്താലും തമിഴ്, മലയാളം, ചുമ്മാ. നോ. അതെ സർ, 800 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഇംഗ്ലീഷ് നിങ്ങൾക്ക് വലുതാണെങ്കിൽ 20,000 വർഷങ്ങൾക്ക് മുൻപുണ്ടായ തമിഴ് ഞങ്ങൾക്ക് വലിയ കാര്യം തന്നെയാണ്. ഈ ലോകത്തില് കുരങ്ങ് ജനിച്ചിട്ട് 10 ലക്ഷം വർഷമായി. മനുഷ്യന്റെ ഉത്ഭവം 2 ലക്ഷം വർഷമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് മനുഷ്യനേക്കാളും വലുതാണ് കുരങ്ങ്. സംസാരിക്കുമ്പോ നോക്കിയും കണ്ടും സംസാരിക്കണം. ഭാഷയെ കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. Shubha, please. ഇനി ഇയാള് മറ്റു ഭാഷകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയട്ടെ, അടിച്ച് പല്ല് ഞാൻ താഴെയിടും. എല്ലാവർക്കും ഈ ഭാഷ അറിയാലോ, പിന്നെന്താ ഞാൻ തമിഴ് പറഞ്ഞപ്പോ അയാൾ കളിയാക്കി ചിരിക്കുന്നത്? നിന്റെ അപ്പന്റെ സ്ഥലം ഉളുന്തൂർപേട്ട തന്നെയല്ലേ? ജർമ്മനിയിൽ സെറ്റിൽ ആയതുകൊണ്ട് സ്വന്തം ഭാഷ എങ്ങ് മറന്നു പോകൂ. വയറ് നിറച്ച് ഇംഗ്ലീഷിൽ സംസാരിച്ചാലേ നിങ്ങൾ വിശ്വസിക്കുകയുള്ളൂ. വേറെ ഭാഷ ഉപയോഗിച്ചാൽ കളിയാക്കും അല്ലേ? എങ്ങനെയാണ് യങ്സ്റ്റേഴ്സ് സാധിച്ചെടുക്കുക? റിസർവേഷൻ, റെക്കമെൻഡേഷൻ, കറപ്ഷൻ. അതുകൊണ്ടാണ് കഴിവുള്ളവരെല്ലാം വിദേശത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. വെള്ളക്കാരൻ അന്ന് ഇവിടെ വന്ന് നമ്മളെ അടിമയാക്കി. ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോയി അടിമപ്പണി ചെയ്യുന്നത്. എന്ത് വ്യത്യാസം ഉള്ളത്? ഇതുകൊണ്ട് യങ്സ്റ്റേഴ്സിന് വേണ്ടെന്ന് പറഞ്ഞേ. ഐ ടോൾഡ് യു നോ. ഇതൊരു പെണ്ണാണോ സാറ്? പറഞ്ഞേച്ച് പോകുന്ന കണ്ടില്ലേ? എന്തു പറ്റി? ഇന്ത്യക്കാരായതുകൊണ്ട് വിദേശികൾക്ക് നമ്മളോട് മതിപ്പില്ലാതായി. തമിഴനായതുകൊണ്ട് ഇന്ത്യക്കാർക്ക് പോലും ബഹുമാനമില്ലാതായി. അവരെന്താ പറഞ്ഞത്? അവരൊന്ന് കേൾക്കാൻ പോലും തയ്യാറായില്ല. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ അസൈൻമെന്റ് ഞങ്ങൾ വായിച്ചായിരുന്നു. റിയലി ഫാന്റാസ്റ്റിക് സ്റ്റാഫ്. തീർച്ചയായും സക്സസ് ആവും. പക്ഷേ ഇവിടെ എൻകറേജ് ചെയ്യില്ല. നിങ്ങൾക്ക് യുഎസിലേക്ക് പോയിക്കൂടെ? എന്താ നിങ്ങൾ പറഞ്ഞാൽ അവരതൊന്നും കേൾക്കില്ല. സോറി സർ, എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ മാർക്സ് കുറച്ചു കളയും അവര്. ഇതാണ് എന്റെ നമ്പർ. നിങ്ങളുടെ റിസർച്ചിൽ എന്താവശ്യമുണ്ടെങ്കിലും പ്ലീസ് കോൾ us. വേറെന്തെങ്കിലും ഒരു വഴി ആലോചിച്ചു. ഇവരുടെ സഹായമില്ലാതെ നമുക്ക് ഇന്ത്യയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശുഭ ശ്രീനിവാസൻ നിങ്ങളാണോ? അതെ, എന്താ? ഒരു എൻക്വയറി ഉണ്ടായിരുന്നല്ലോ. പേടിക്കാനൊന്നുമില്ല, സ്റ്റേഷൻ വരെ ഒന്ന് വരണം. സ്റ്റേഷൻ? ഞാനും കൂടെ വന്നോട്ടെ? അതിനെന്താ, വന്നോളൂ, വരൂ.